റാഷ ഞാൻ കാര്യം പറയാം, നമുക്കൊരു കളി കളിക്കാം. കാശ് കൊണ്ടുവരുമ്പോഴത്തേക്കും ആ കാശ് വാങ്ങിട്ട് നമുക്ക് മുങ്ങാം. നിന്റെ പെണ്ണ് ഇവിടെ എന്റെ മുന്നിലാ നിക്കണ കേട്ടടാ. നിങ്ങളെ പേര് റഷീദ്? ഇത്രയും സ്നേഹം ഉണ്ടായോ? ഞാനാ റഷീദ്. ശബ്ദം ഹലോ, സോറി ഏട്ടാ സോറി. റാഷ ഒരു കാര്യം പറഞ്ഞു കേറാവോ? റാഷ മുച്ചിരി വണ്ടി കയറ്, അല്ലെങ്കിൽ ഞാൻ പോ. കേറാൻ അതിന്റെ മനെ കേറെങ്കി നീ എന്നെ പഠിപ്പിക്കല്ലേ അങ്ങ്? എസ്ആർകെ എവിടെ? നീ എവിടെ? എസ്ആർകെ എവിടെ? എഫ് കെ ആണ് എസ്ആർകെ. റാഷ കയ്യിൽ എത്ര ഉണ്ട്? കയ്യില് 50,000. റാഷ ഞാൻ കാര്യം പറയാം, നമുക്കൊരു കളി കളിക്കാം. റാഷ നമുക്ക് കളി കളിക്കാം. അതായത് റാഷ ഇപ്പൊ ഇഷ്ടപ്പെടുന്നു പറയില്ല ഒരു പയ്യൻ, പുള്ളിക്ക് അപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട്. റാഷൻ ഇഷ്ടപ്പെടുന്ന പയ്യന് റിയൽ ഇഷ്ടമുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലാ? നമുക്ക് ഇപ്പം അവനെ വിളിച്ചിട്ട് നമ്മൾ പറയുന്നു റാഷേനെ, അതായത് റാഷേനെ നമ്മള് കൊണ്ടുപോകുന്ന വഴിക്ക് വേറെ ഒരു ടീം വന്ന് റാഷേനെ, അതായത് ഞങ്ങളുടെ കൂടെ വരുന്ന വഴിക്ക് വേറൊരു ടീം വന്ന് റാഷേനെ മാത്രം അധികം തട്ടിക്കൊണ്ടുപോയി. അപ്പൊ 5 കോടി ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റാഷേനെ തിരിച്ചു തരാമെന്ന പയ്യൻ്റെ അടുത്ത് പറയുന്നു. ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ റാഷയുടെ ജീവന് വില കൊടുത്ത അവ എന്ത് വിധേനയും റാഷയെ ഒന്ന് രക്ഷിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു കുറഞ്ഞുപോയി ട്രൂ ആണോ ഇല്ലെന്ന് നോക്കിയാലാ? ഓക്കെ ഒറ്റ പറ്റി മുച്ചിരി നീ ഇങ്ങോട്ടൊന്ന് ഒരു കാര്യം പറയട്ടെ. നമുക്കൊരു പണി ചെയ്യാം. കാശ് കൊണ്ടുവരുമ്പോഴത്തേക്കും ആ കാശ് വാങ്ങിട്ട് നമുക്ക് മുങ്ങാം. പിന്നെ പണി കൊടുക്കാം വാ കേറ്. ഞങ്ങൾ പറയുമ്പോ നാച്ചുറൽ അഭിനയം സ്റ്റാർട്ട് ചെയ്തോണേ. ആദ്യം നമ്മളാണിപ്പോ കിഡ്നാപ്പ് ചെയ്യണം. പക്ഷെ നമ്മൾ ഡബിൾ ഡ്രസ് മാറ്റാം ആദ്യം. നമ്മ എവിടെ പോണെന്നൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ നടങ്ങിരി വണ്ടിക്കകത്ത്. നമ്മ എവിടെ പോയി? എടാ നമ്മൾ ഡ്രസ് മാറ്റ ഈ പൊട്ടടാ മുച്ചിരി. ഇറങ്ങ അല്ലെങ്കിൽ വേണമെങ്കിൽ എത്തിക്കണേ. മുച്ചിരി നല്ല ഡ്രസ് പറഞ്ഞ എനിക്ക്. ഇല്ല എന്നെ കണ്ടാ മനസ്സിലാവില്ല. ഇതന്നെ ഇട്ടത് നല്ല ചേലുണ്ട് കാണാൻ. നീ ഈ ഡ്രസ് ഷർട്ട് എന്തെങ്കിലും മാറ്റി മുടി മാറ്റണ്ടേ നമുക്ക്? ഇല്ലെങ്കിൽ മനസ്സിലാവേ. സേവ് ആക്കട്ടെ. ഓംലെറ്റ് എന്റെ കേട്ടില്ല സാധനം ഉണ്ടോ? സൂപ്പർ, അത് എനിക്ക് ചേരുന്നുണ്ട് മുച്ചിരി. സൈഡ് നിക്ക്. അത് മതി. സെറ്റ് മുച്ചിരി സെറ്റ്. ഇതെങ്ങനെ ഇട്ടി ഏതായിരുന്നു? അതെടുത്തിട്ട് ഇത് കൊടുക്ക്. ആൾക്കാരെ പഠിപ്പിക്കല്ലേ? എടാ നീയും ബ്ലാക്ക് ആൻഡ് വൈറ്റാ? കൊള്ളാലോ. നീ ചന്ദ്രനും ദാന്ന് വിളിക്കുക. ഇതിനേക്കാൾ എത്ര ബേസിന് എടാ നിന്നെ എടാ വിളിച്ചത്. നീ അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ഞാൻ വയസ്സിൽ മൂത്ത, ഞാൻ ഒരു തന്ത.
എന്റെ തന്ത ഞാൻ എപ്പോഴേ എന്തിനാ ഇച്ചിരി ഇങ്ങനെ ചോദിച്ചു വാങ്ങണം? നമുക്ക് എന്ത് 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 സമാധാനാണ് ഇതിന് കിട്ടണേ? ചോദിച്ചിട്ടില്ലല്ലോ. ഇതിനക്ക് ചോദിച്ചു വാങ്ങലെന്ന് പറയാ, മനസ്സിലായോ? ചോദിച്ചു പറഞ്ഞു. പിന്നെ ബേസ ഒന്ന് നോക്കിയേ ചന്ദ്രനെ. എന്താ നോക്കണ്ടേ? ചന്ദ്രു ആ വിഗ് ഒന്ന് വരികയെ ആ കച്ചന്റ് കാണട്ടെ. അടുത്ത കിട്ടാനാണ്. എന്ത് കിട്ടാൻ? വാ സെറ്റാണ്. സെറ്റ്. ഞാൻ പറഞ്ഞില്ലേ വേണ്ടേ? ഹെൽമെറ്റ് ഒന്നും വേണ്ട. പെണ്ണിക്കളയില്ല. കേറി കേറി. അല്ലെങ്കിൽ എന്റെ മാസ്ക് ഫുൾ തല കവറിയിരിക്കുന്ന മാസ്ക്. മൊട്ടത്തല്ലേ കാല പക്ഷേ വണ്ടി മാറ്റാം ആരിൽ പോവും. എടാ ഇതല്ലേ നീ ഇട്ടിരുന്ന ഇത് മറ്റേ ഹെൽമെറ്റ് ഇടണം, ഇല്ലെങ്കിൽ മുടി കാണും. ആ ഇത് നല്ലുണ്ട് അത് മതി. അല്ലെ SRR നമുക്ക് SRR നല്ല മാസ്ക് ഇല്ല, മറ്റേ വലിയ മാസ്ക് ഇത് വെച്ചാലേ അത് വേണ്ട വേണ്ട. വേണ്ട പൂക്കിയൊന്നും വേണ്ട. ഇത് SRR ഇല്ല. ഓട് പറയും ഓട്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം, സീനില്ല. ഇത് മതിയല്ലേ? ഫ്രീ അല്ലത്. വെയിറ്റ് ഞാൻ ഫ്രീ എന്ന് വിചാരിച്ചു. എന്ത് ഫ്രീ ഇല്ലെന്ന്? ആ മാസ്ക് ഫ്രീ ആയിട്ട് വിചാരിച്ചു. ഫ്രീ അല്ല, വെയിറ്റ് ആക്കി. ഫ്രീ ആയിട്ട് തരാം. നിന്റെ തന്തര കടയല്ലേ ഇത് ഫ്രീ ആയിട്ട് തരാൻ? ഇങ്ങോട്ട് വാട വെച്ചിട്ടുണ്ട് അതിന്റെ അവനെ. ഓക്കെ ഇത് നമുക്ക് നമുക്കിനി ഒരു വണ്ടി എടുക്കണം. വണ്ടി എടുത്താലോ? എന്താ പറയണ? വേണ്ട. നമുക്കേ ഇതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പുറത്ത്. എന്താണ് മുദ്രയൊക്കെ കാണിക്കുന്നു? അവനിച്ച് പ്രശ്നമുള്ള പയ്യനാണ് എന്ന് വിചാരി. ഹലോ ഇറങ്ങി സൗണ്ട് റെഡി ആണോ? ഒന്നുകൂടെ സംസാരിച്ചേ. ഹലോ ഹലോ ലോക്കാ കേക്കാം. നേരത്തെ പോലെ തന്നെ ഒരു മാറ്റം. ഓക്കെ ഇനി നമ്മള് പറയുമ്പോ മറ്റേ ഫോണില് വിളിക്കണം. വിളിച്ചിട്ട് 5 കോടിയായിട്ട് വരാം എന്നുള്ള രീതിയിൽ ഭയങ്കര കരഞ്ഞിട്ട് വിഷമിച്ച് ഒരുമാതിരി ഒന്ന് കരഞ്ഞ മനസ്സിലായി. കരയാവിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ രാശിക്ക്. നമ്മളെ സൗണ്ട് മാറ്റി ഇതൊക്കെ നമ്മളെ സൗണ്ട് മാറ്റിയതാ. ഇച്ചിരി പെട്രോൾ കയറണമെങ്കിൽ വണ്ടി പെട്രോൾ അടിച്ചിട്ടേ. പറയുന്നത് എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഇനി അവൻ വരുമ്പോ സൗണ്ട് മാറ്റി ആരോഗ്യ ഒന്നും മനസ്സിലാവില്ല. അതിന് മനസ്സിലാവുന്നില്ല. കരഞ്ഞു വിഷമിച്ചിട്ട് റേഡിയോയിലുണ്ട്. ആദ്യം റേഡിയോ ഇറങ്ങട്ടാ. ഹലോ നീ എവിടെയാ?
നമ്മൾ ചന്ദ്രു പൊട്ടനാണോ? നമ്മളിപ്പോ വെടിന്റെ സൗണ്ട് ഒന്നും റേഡിയോ കേൾക്കൂല. അയ്യോ അവൻ എടാ അതാ അവക്കൊരു എഫക്റ്റ് ഇട്ടാടാ മണ്ട. അവക്കൊരു വാറിലാണെന്ന് പറഞ്ഞു. വാറില് എടി അപ്പൊ നിനക്ക് അത്ര വിലയുള്ളൂ. അല്ല എന്നെക്കാട്ടും വില വാറിനാണല്ലേ? ആരാ പേരെന്താ അവന്റെ? ഗ്യാങ് ഏതാ? അയ്യ കൊമ്പാച്ചന്റെ ആളാ. എടാ അത് പ്രേമത്തിന് അങ്ങനെ ചെന്നില്ല, അതറിയാം. കൊമ്പാച്ചന്റെ ആളെന്ത് കൊമ്പച്ചന്റെ അങ്ങനെ നമ്മള് പ്രേമത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. അനാവശ്യം പറയല്ലേ മച്ചിരി. ക്യാരക്ടർ വൈസ് അവൻ നല്ല ആളാ. എന്നാ സ്നേഹം നമ്മ പരീക്ഷിക്കണം. വാറ് കഴിഞ്ഞല്ലോ. വി ഗ്യാങ് വി വാണ്ട് മീറ്റ് TGA മീറ്റിംഗ് ഒക്കെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ സമയത്തിന് അത് മാറ്റി വെക്കാൻ പറ്റൂലല്ലോ. മാഡി അവിടുത്തെ കോലീഡറിലാണോ? അയ്യോ അല്ല വിളിക്കുന്നു. ആ കോളിഡ് സ്പീക്കർ. ഹലോ 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 വേണ്ട അവള് സംസാരിക്കട്ടാ. ഹലോ എന്നെ കുറച്ച് ഹോസ്റ്റേജ് എടുത്തേക്കോ അവര്. എന്നെ കൊണ്ടുപോയി. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ല ഗണ്ണേം ചെയ്തു. അപ്പൊ തന്നെ അവർ റേഡിയോ ഒക്കെ വാങ്ങിച്ച്. 10 മിനിറ്റ് കൊല്ലാതിരിക്കാൻ പറ്റുമോ? അവർക്കൊന്ന് ഫോൺ കൊടുത്തേ. ഹലോ ബ്രോ 10 മിനിറ്റ് ഒന്നല്ലേ ഇവളെ ഇപ്പൊ കൊന്നറിയും. പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഇവളെ കൊല്ലും. അന്ത്യ കൂതാശ. അപ്പൊ നിനക്ക് ഇവളെ വേണ്ടേ? നിനക്ക് അന്ത്യ കൂതാശയോ? വായല് ആംബിയഫയർ വിറ്റ് ചെയ്ത എടാ ഇവളെ കൊല്ല. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ചേട്ടായി ഞാൻ ഒരു വേറെ സിറ്റുവേഷൻ. എടാ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ അടുത്ത്. നിന്റെ പെണ്ണ് ഇവിടെ എന്റെ മുന്നിലാ നിക്കണേ കേട്ടാ. അല്ല പിന്നെ അവന്റെ ഇവളടക്കാമ്മ. അവൻ അർഹിക്കുന്നില്ല. അവൻ വെറും വാണം. നീ പറഞ്ഞ പോലെ തന്നെ. നമ്മള് കൊന്നില്ലേ? പെട്ടെന്ന് ക്യാരക്ടർ അതല്ല ചന്ദ്രോ, എന്തായാലും ഈ മാസം വന്നേ പറ്റാ ചന്ദ്രു. എന്തായാലും ഈ മാസം അറിയാണ്ട് വന്നേ. നിങ്ങളെ കഴിവത്തന്നെ കയ്യെല്ലാം റാശ ഈ മണ്ടന കെട്ടല് നീ കെട്ടല് സത്യം പറയല്ല. വാറിലായെന്നല്ല ഈ ഒരു മണ്ടം മൊണ്ണ. ഞാൻ കാര്യം പറയട്ടെ, ആരെങ്കിലും സ്വന്തം പെണ്ണിനെ ഒരു ഹോസ്റ്റേജ് ആയിട്ട് ഒരുത്തെ വെച്ചേക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് മെസ്സ് അടിക്കുവോ? എടാ മൈര നിന്റെ സൗണ്ട് മാറ്റി സംസാരിച്ചു. നിന്റെ കൊട്ട ലൈനപ്പിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. മനസ്സിലായാ? പേരാ സ്നേഹം ഉണ്ടെങ്കിൽ വരാം. ഇതിലും എങ്ങനെയാ വരുന്ന മുച്ചി? എന്റെ കീരിയെ കൊണ്ടല്ല റാശ. വാർ അവിടെ അടിച്ചോണ്ടിരുന്നപ്പോഴാ നിന്നെ കൊണ്ട് മലയിൽ പോയത് അറിയാവോ? വാറ് നമ്മളവിടെ ചത്തൊടുങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കീരി ചെയ്യുന്ന അറിയോ? നിന്റെ അടുത്തുള്ള സ്നേഹം നീ മനസ്സിലാക്കണത്. ഈ വാടപ്പൻ പെട്ടെന്ന് ഒലിച്ചു പോയി. മനസ്സിലായോ ചന്ദ്ര? അതൊന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ. അതൊരു മാറ്റർ അല്ല. ഇപ്പൊ അത് ബ്രേക്കപ്പ് വിട്. ഇല്ല ഞാൻ സംസാരിക്കണം. ഫോൺ വെക്കടാ. ഫോൺ വേണ്ട. നിന്റെ കാശ് വേണ്ട. നിന്റെ കാശ് വേണ്ട. കട്ടി കൊളട്ടെ. ഫോൺ കട്ടി. റാശ ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞ
ദേ വിളിക്കുന്നു, ഇല്ല ഇല്ല വിളിക്കുന്നു, കട്ട് ചെയ്ത് ആ ഓക്കെ റാഷ ഞാൻ ആ. മനസ്സിലായില്ല നിന്റെ അടുത്ത് ഒരു സ്നേഹമില്ല റാഷ ഞാൻ ഇത് റിയലൈസ് ചെയ്യുന്നു നീ ഒരു കോൾ വെച്ച് പറയൂ 10 കോടി എടുത്തോണ്ട് പെട്ടെന്ന് വാ 5 എന്നല്ലേ പറഞ്ഞ അത് മതി മുച്ചിരി കൂട്ടല്ല മുച്ചിരി അല്ല 5 കോടി 5 കോടി ഹാങ്കിങ്ങില് തല തൂക്കി വെച്ചിരിക്കാന്ന് പറയും റാഷ ശരി ഞാൻ കേട്ടെ 5 കോടിയിലല്ല ഇവിടെ കാര്യം വരുന്നുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെയാണ് കാര്യം മനസ്സിലായ അല്ല വരുമല്ലോ അത് സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഒന്ന് വിളിക്കുന്നുണ്ടല്ലോ സംസാരിക്കുക അപ്പൊ എന്താ പറയുന്നത് നോക്കട്ടെ നമ്മ ആദ്യ പ്രാങ്ക് എന്ന് പറയല്ലേ ആദ്യ പ്രാങ്ക് എന്ന് പറഞ്ഞില്ലേ ഓന് പൈസ ലാഭം അങ്ങനെ ചിന്തിക്കൂ നമുക്കും പൈസ തന്നെ തിരിച്ചു കൊടുക്കാം ആ ഓക്കെ നീയാളെ പോലത്തെ പൈസ ആണോ പോലത്തെ അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് പറ ഇങ്ങനെ പൈസ കൊണ്ടുവരണം വേഗം വരാൻ പറ നമ്പർ ആ ഓക്കെ 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 നമ്പർ എടാ നീ ഇങ്ങനെ മുച്ചിരി ഇങ്ങനെ പറ നിന്റെ പെണ്ണിവിടെ അടിച്ച് തളർത്തിയിട്ടേക്കണ് മനസ്സിലായി കിട്ടണാപ്പുരമ്മ കൊറേ ചെയ്താട്ടെ ചന്ദ്രു പഠിപ്പിക്കല്ലേ അല്ല നീ പറയുമ്പോൾ എന്താണ് അതിന്റെ പോലെ ഞാൻ പറഞ്ഞു തരട്ടെ ആദ്യം അത് തരട്ടെ അവളെ 91 16 ഇംഗ്ലീഷിൽ പറയും 91 ആ 16 9116 3146 3146 ആ അതെ കട്ട് ചെയ്ത് എടാ നിങ്ങളെ പെണ്ണെ നമ്മളെ കസ്റ്റഡിയിലാണ് അപ്പോ 5 കോടി വായിട്ട് പെട്ടെന്ന് വരാ ഇല്ലെങ്കിൽ തറയിൽ അടച്ചങ്ങ് കൊല്ലും ഇപ്പതാ ഹാങ്കിങ് വെച്ചിട്ടാണുള്ളത് പെട്ടെന്ന് വന്നോ കൂട്ടുകാരാ എത്ര കോടി 5 കോടിയേ ഉള്ളൂ 5 പൈസ എന്നുള്ളതിന്റെ പെണ്ണാന്ന് നമുക്കറിയാനാലാ മണ്ടനാണ് നീ കൊറേ കിഡ്നാപ്പ് ഉണ്ടാക്കിട്ടെന്നല്ല പറഞ്ഞ കഴിവറ പോലെ അവ എവിടെ വരും അയ്യോ സോറി പറയണ്ടേ ചോക്കി ഒറ്റക്ക് വരണം ഇല്ലെങ്കിൽ അപ്പ കൊല്ലും എന്റെ പേര് റഷീദ് ഇല്ല എന്റെ ഇത് നിന്റെ ചന്ദ്രു അല്ല ചന്ദ്രു അല്ല ഹലോ എന്റെ പേര് റഷീദ് നിന്റെ പേരെന്താ എന്റെ പേര് ചെകുത്താൻ വേണ്ടി അല്ലെ ഹലോ ഹലോ എവിടാണ് ഞാൻ എവിടെ സിറ്റുവേഷൻ കഴിഞ്ഞ നിക്കുവാ എവിടെ വരണം പറ അമ്മ റെഡി ആക്കാം 7299 ഈ 91272161 വിളിച്ച റഷീദ് ബ്രോനോടെ എനിക്കൊന്ന് ലൊക്കേഷൻ അയച്ചു തരാൻ പറയോ അതെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ അപ്പൊ തന്നെ കൊന്നു കളയും കേട്ടാ എന്നെ കാണൂലേ അപ്പോ നിന്നെ കണ്ടിട്ട് നീ ഒറ്റയ്ക്ക് വരണമെന്ന് ഉറപ്പുവരുത്തില്ലേ എന്റെ കൂടെ ആദ്യം കണ്ട ആരില് കണ്ട മേക്കപ്പ് വല്ലം വിളിച്ച ഇല്ല വേണ്ട റഷീദ് അവിടെ നോട്ടാ മറ്റേ പുള്ളിനെ മാറ്റി എടുത്തേക്ക് റഷീദിനെ എനിക്ക് വിശ്വാസാ അല്ല ബ്രോനെ വിശ്വാസാന്ന് റഷീദിനെ വിശ്വാസാന്ന് അപ്പൊ ഞാൻ കൊല്ലാടാ അവളെ അല്ല മറ്റേ പുള്ളിനൊന്ന് മാറ്റി എടുത്തിയാ മനസ്സിലായില്ലേ അപ്പൊ നിന്നെ കൊല്ലാടാ അവളെ അവളെ കൊല്ലാടാ ഇല്ല അതെന്താ അങ്ങനെ പറഞ്ഞേ എന്നെ നീ റഷീദാന്ന് പറഞ്ഞോണ്ടായിരിക്കടാ റഷീദ് എന്ത് പെണ്ണും കുടുംബന്നില്ലേ ആനെ പൊറോട്ടയും ബീഫും അത് ശരിയാ എടി അവ ഇപ്പൊ വരുവാണെങ്കിൽ അവന് നിന്റെ അടുത്ത് സ്നേഹമുണ്ട് കേട്ടാ ഓക്കെ നമുക്ക് എവിടെയെങ്കിലും സെറ്റ് ആയിട്ട് നിൽക്കട്ടെ ഞാൻ സറണ്ടർ അടിച്ചിരിക്കട്ടെ ഇങ്ങോട്ട് വാ ഈ ഓപ്പൺ ഏരിയയിലൊന്നും നടക്കൂല ഇങ്ങോട്ട് വാ അവിടെ ഇരിക്കാം സറണ്ടർ അടിക്കേ സറണ്ടർ അടിക്കേ ഞാൻ എക്സ്പെർട്ട് ആയി ഇവിടെ കോൾ വിളിക്കുന്നു സോറി ബ്രോ എങ്ങനെ ലൊക്കേഷൻ അയക്കുന്നേ നീ മണ്ടനാണ് നീ കൊറേ ഉണ്ടാക്കിയല്ലേ നീ മണ്ടനെ പോലെ നിന്റെ നമ്പർ നീ വിളിച്ചില്ലേ ഈ നമ്പർ
നീ എന്തായാലും നിന്റെ നമ്പർ തന്നെ ഇപ്പൊ ലൊക്കേഷൻ അയച്ചോളൂ ഇനിയിപ്പോ എന്തിന്. ആ അയച്ചു കൊടുക്കാം പിന്നെന്താക്കുന്നത്. ആ, എന്നിട്ട് പറയാം നമ്മള് മുച്ചിരി എന്നാണ് ഒരുത്തന്റെ നമ്പർ ഫോൺ അടിച്ചു ബ്ലൂവിന്റെ ഫോണാ ഇത്, ബ്ലൂവിന്റെ ഫോണാ. അത്രക്ക് പൊട്ടാനെന്നല്ലേ നീ അവളെ ഫോൺ അടിച്ചു പറ്റി. അതൊക്കെ മാറ്റിയപ്പോളെ അങ്ങനെ നമ്മ ഈ ഫോൺ ഉപയോഗിക്കലില്ലേ, കണ്ട പെണ്ണുങ്ങൾക്കൊന്നും ഞാൻ മെസ്സേജ് അയക്കാറില്ല. ഇത് ലൊക്കേഷൻ എങ്ങനെ അയക്കുന്നെന്ന് പറഞ്ഞോ. എടാ മെസ്സേജിൽ എടുക്കാൻ നേരത്തെ സൈഡിലായ സാധനം നിൽക്കും. അപ്പൊ സെൻഡ് ലൊക്കേഷൻ കാണും. പറഞ്ഞ പോരടാ. സൈഡില് പ്ലസ്. ആ അറിയാട്ടാ, പഠിപ്പിക്കല്ലേ. മെസ്സേജ് ഞാൻ വെച്ചടിച്ചു നായേ ചന്ദ്രു എല്ലാം നേരെ എല്ലാം അറിയാം അവന്. ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ കൊടുക്കണ്ട, ചില സമയത്ത് അവൈലബിൾ ആവില്ല. സെൻഡ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നീ മതിയാക്ക്. നിന്റെ ചെക്കനെ സ്നേഹണ്ടാ നോക്കണല്ല. ചന്ദ്രു എന്റെ പിസ്റ്റളേ ഉള്ളു കേട്ടോ. അടി ആയാലും അപ്പൊ കോള് കൊടുക്കണേ റേഡിയോയില്. TJ എന്നറിയാം, എല്ലാം അറിയാം. അപ്പൊ തന്നെ TJ അടിച്ചെന്ന് പറഞ്ഞല്ലേ. അടിക്കുന്ന പറഞ്ഞപ്പോ TJ ആയിരിക്കേ. ഓർത്ത് വെച്ചേ. ഇല്ല 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 റാശ ഇതൊരു ഇത് ലവ് ടെസ്റ്റ് ആണ്. ആ ഇത് ഇതിൽ നമുക്ക് ഗ്യാങ് ഒന്നുമില്ല. ഇതില് ഗ്യാങ്ങും ഇല്ല, ഇത് ഒന്നുമില്ല. ഒന്നുമില്ല. നമ്മളെ പണ്ണണം, നമ്മള് പണ്ണപ്പെടും. എടാ ഇത് ലവ് ടെസ്റ്റ്. ചാൻസ് ഇല്ല. ഇതെന്താ ഇത് ഇങ്ങനെ. നീ ഒന്ന് വാടിച്ചിരിക്കോ നായേ. റേഡിയോ വരും, ചന്ദ്ര റേഡിയോ വരും. ഹലോ എടാ നമ്മളെ റാശയുടെ അടുത്തുള്ള ലവ് ടെസ്റ്റ് നോക്കുക. എടാ റാശയായിട്ടുള്ള ലവ് ടെസ്റ്റ് നോക്കുക. മറ്റേ മാഡിന്റെ അടുത്ത് കാശ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞേ. ഇല്ല ഇൻകേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ സീനില്ല. ഇവന് വയ്യ, അവന് മുച്ചിരിക്കും പ്രാന്തവൻ. അത് റാഷയുടെ ബോയ് ഫ്രണ്ട് മറ്റേ TJ മാഡി തട്ടിക്കൊണ്ടേ ചുമ്മാ ഇത് നോക്കുക. അതാ ഈ മുച്ചിരിക്ക് ഇവന് വയ്യ. ഈ നായ പോലെ മുച്ചിരി എന്തോ സിറ്റുവേഷൻ ആയ പോലെയാണ് ഇവ കോള് പറയുന്നത്. കഴിവേർത്തനെ കൂടെ പറപ്പവന്റെ ചുമ്മാ ഇടാ കാളര മോനെ. ഇതെന്താ ഞാൻ എന്ത് എന്ത് പറയുന്നേ? ഇതെന്ത് ഇങ്ങനെ അടിയാ എന്ത് ഇത് ഞാന് ഇതൊക്കെ വല്ലവരായിട്ട് സിറ്റുവേഷൻ നീക്ക് എന്തോ പറയുന്നേ? ഇതെന്ത് ഇത് ഞങ്ങക്ക് മനസ്സിലായില്ല. അവരുടെ 10 വണ്ടി സെറ്റ് ആയി. ഇതെന്താ മോന് ഇത്ര സ്നേഹം ഉണ്ടായതിനോട്? സൗണ്ട് മാറ്റിയില്ലേ? ഇത്ര സ്നേഹം ഒന്നും വേണ്ട. വേഗം വരാൻ പറഞ്ഞ വന്നാ മതി. വന്നടാ വന്നോളൂ കാണിച്ചരാ. വന്നടാ ഇവിടെ വേറെ ആരും വന്ന് നിങ്ങളെ പേരാ റഷീദ്? ഇത്രയും സ്നേഹം ഉണ്ടായ ഞാനാ റഷീദ്. കൊറേ ആയിട്ട് കാണണം വിചാരിക്കുന്നു. അല്ല അയ്യോ അതല്ല. നിങ്ങളെ ഞാൻ കൊറേ വീഡിയോ മറ്റേ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ വലിയ സെറ്റപ്പാണല്ലോ നിങ്ങള്. നീ ആദ്യം കാശ് തട്ട്. ഹലോ കൊച്ചു സേഫ് ആണോ? നിനക്ക് കണ്ണണ്ടൂടെ കണ്ണു പൊട്ടറാണോ നീ? 2 minutes ഒന്ന് സംസാരിച്ചോട്ടെ? വേണ്ട പിന്നെ എന്തോന്ന് ഇവിടെ എന്തിന് മണിയറിയാടാ ഇത്? ഇത് മണിയറിയത് 2 minutes സംസാരിക്കാൻ. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളോട് എല്ലാരും കാര്യം പറയട്ടെ. കിഡ്നാപ്പ് ചേട്ടന്മാരെ ഇവിടുത്തെ ഈ സിറ്റിയിലെ ദാരിദ്ര്യരേഖ ഒരുപാട് താഴെയാണ്. 5 ലക്ഷം അല്ല, ദാരിദ്ര്യരേഖ ഒരുപാട് താഴെയാണ്. കാശ് തട്ട് തറയെ തട്ട്. കൈ തരാനില്ല. ഇന്ന് സെക്കൻഡ് വെനസ്ഡേ ആയതുകൊണ്ട് ATM ഇതാണ്. ശബ്ദം മറ്റേ രസം സത്യമായിട്ട് മറ്റേ രസം സത്യം പറയാല. ചന്ദ്രനാണോ? എന്റെ പേര് ചന്ദ്രൻ. ഹായ്. ഏത് ചന്ദ്രനാ? മാണിക്യ ചന്ദ്രൻ.
അതെങ്ങോട്ടോ ഇങ്ങോട്ടോ വാ ഇങ്ങോട്ടോ വാ എന്നെ വിളിച്ചോ അങ്ങനെ പോയിട്ട് ചന്ദ്രൻ ഇങ്ങോട്ട് വാ ചന്ദ്ര ചന്ദ്രനാ ചെല്ല് ചന്ദ്രൻ എന്റെ 70 നിന്റെ അച്ഛൻ അണ്ടി പുണ്ടച്ചു പോനെ നോർമൽ ആ നിന്റെ അടുത്ത് നീ കുണ്ട നീ കൊറേ ഒന്നും മനസ്സിലാവില്ല, സത്യം പറയാല ഒന്നും മനസ്സിലാവില്ല. ചന്ദ്രൻ ബ്രോ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? മാണിക്യ ചന്ദ്രൻ ഇപ്പൊ മാണിക്കാന്ന് വിളിക്കണോ ചന്ദ്രന്ന് വിളിക്കണോ? മാണിക്യ ഭാഷ. ഒരു മിനിറ്റ് ടൈം ടു സ്റ്റോ. അതെ പറ റഷീദ് ബ്രോ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കാശ് കൊണ്ടുവന്നിട്ടില്ല, ഫോണിലുണ്ട്. പൈസ തന്നിട്ടുണ്ടോ? നീ പൈസ തന്നിട്ടുണ്ടോ? പൈസ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്, പൈസ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. റഷീദിന് ഇട്ടാ മതിയാ, റഷീദിന് ഇട്ടാ മതിയാ. റഷീദിന്റെ കൂടെ പോവാ. റഷീദല്ല, ഞാനാണോ ഇവനാണോ ബ്രോനെ വിളിക്കണ? ചെല്ല്, ഞാനാണോ? എല്ലാം കോളാക്കിട്ട ചന്ദ്രന്നൊക്കെ അവര് നിന്റെ അടുത്ത് മുട്ട സ്നേഹമാണ് കേട്ടോ. നല്ല എനിക്ക് അടുത്താണ് കിഡ്നാപ്പിന് പോകുമ്പോ എന്നെ വിളിക്കട്ടെ, ഞാൻ ഇതിനെ കേട്ട് നന്നായിട്ട് പെർഫോം ചെയ്യും. ചന്ദ്ര ബ്രോ, നിങ്ങൾ തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ പറ്റി? ഇങ്ങേര് വന്നിട്ട് പറയണ നൈസായിട്ട് എനിക്ക് പൈസ തന്നോ നിന്നെ തട്ടാന്ന്. അതെന്താ അങ്ങനെ? അതെ നീങ്ങ വന്നേ. ഒരു മിനിറ്റ്, ഇപ്പൊ ആളൊന്ന് മയക്കി കിടത്തി പോരാ. ബ്രോ ഇപ്പൊ മോനെ നീ എന്നെ ഉമ്മിക്കാൻ നോക്കണ മയിലേ. സിറ്റുവേഷനായ ഹലോ എന്താ എന്തൊക്കെ എന്ത് ഇപ്പൊ അടിയായ? എവിടെ കിടിയംലാണോ?